പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ ഒരു ചരിത്രമാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. ആധുനികതാവാദം വരെയുള്ള ഒരു ഘട്ടത്തെ ഒന്ന് സാമാന്യമായിട്ട് പരിചയപ്പെടുകയുണ്ടായി. ഇതിന്റെ ബാക്കിയുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങളും അതോടൊപ്പം തന്നെ പൗരസ്ത്യ കാവ്യമീമാംസ എന്ന് പറയുന്ന ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും ഇത്തരം സംഗതികൾ പരീക്ഷയ്ക്ക് പോകുന്നില്ല, സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ഒരു ചരിത്രത്തെ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു പൗരസ്ത്യ സാഹിത്യ മീമാംസയും ഒക്കെ ചേർത്ത് നാളത്തോടുകൂടി ഒരു വിമർശനം, അതുപോലെ തന്നെ സാഹിത്യ ചിന്ത എന്ന് പറയുന്ന മോഡ്യൂൾ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നോട്ട്സുകളായിട്ട് തരും. സാഹിത്യ വിമർശനവും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് ഇന്നലെ ആധുനികതാവാദം വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് ആധുനികതാവാദത്തിന്റെ ചില മേഖലയിൽ നിന്ന് ടി.എസ്. എലിയട്ട്, റിച്ചർഡ്സ്, ബാർത്ത്, ഡെറീദ അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ഒരു ഭാഗം ഒന്ന് പരിചയപ്പെട്ട് തിരിച്ച് നമുക്ക് പൗരസ്ത്യ ദർശനത്തിലേക്ക് പോവാം. സ്ക്രീൻ കാണുന്നെന്ന് വിചാരിക്കുന്നു. കാണാം. നമുക്ക് അറിയാവുന്ന പോലെ മോഡേണിസം, ഹൈ മോഡേണിസം എന്നുള്ള പേരിലോ അത്യന്താധുനികത എന്നുള്ള പേരിലോ ചിലടത്തൊക്കെ ആധുനികത എന്നുള്ള പേരിലോ നവീനത എന്നൊക്കെ പറയുന്ന പല പല പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അറിയാം, ക്രിട്ടിക്കിംഗ് മോഡേണിറ്റി എന്നുള്ള മോഡേണിറ്റിയുടെ ഒരു വിമർശനമായിട്ടാണ് അത് വരുന്നതെങ്കിലും അതൊരു മോഡേണിസത്തിന്റെ ഒരു മോഡേണിറ്റിയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് മോഡേണിസത്തെ പൊതുവെ മോഡേണിറ്റിക്ക് അകത്ത് തന്നെയാണ് ഈ മോഡേണിസം എന്ന് പറയുന്ന സംഗതി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആധുനികതാവാദം എന്ന് പറയുന്ന ഒരു സാധനം പ്രധാനമായിട്ടും ഒരു കലാ സാംസ്കാരിക വ്യവഹാരമായിട്ടാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ചിത്രകലയിലും അതുപോലെ തന്നെ സംഗീതത്തിലും സാഹിത്യത്തിലൊക്കെ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കലാപ്രസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രത്യയശാസ്ത്ര പരമായ ഒരു സംഗതി, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നീഷയുടെയൊക്കെ ചില കാഴ്ചപ്പാടുകളും മറ്റുമൊക്കെ ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഒരു വലിയ ലോകയുദ്ധം പോലെയൊക്കെയുള്ള, നഗരവൽക്കരണം പോലെയൊക്കെയുള്ള മാനവികത ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളും തകർന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ചില ഉൾവിളികൾ അല്ലെങ്കിൽ അത്തരം ചില അവസ്ഥകൾ, മൂല്യ സംഘർഷങ്ങൾക്കകത്തുണ്ടായിട്ടുള്ള ഒരു വളരെ കലാപ സ്വഭാവത്തിലുള്ള ഒരു പ്രതിഷേധം എന്നുള്ള അർത്ഥത്തിലാണ് പൊതുവെ ആധുനികതാവാദം എല്ലായിടത്തും വരുന്നത്. അപ്പോൾ അതൊരു 1910 തൊട്ടൊരു 30 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ ഈ ആധുനികതാവാദത്തിന്റെ എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സിന്റെ യുളിസസ് വരുന്നുണ്ട്, അതുപോലെ വെർജീനിയ വൂൾഫ് മറ്റൊരു ഈ മേഖലയ്ക്കകത്ത് തന്നെയുള്ള സാർത്തറിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടി.എസ്. എലിയറ്റിന്റെ ദ വേസ്റ്റ്ലാൻഡ് പോലുള്ള സാധനങ്ങൾ, അല്ലെ എസ്ട്രാബോണിനെ പോലുള്ള കുറെ കവികൾ, അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ പറയുന്ന ഹൈ മോഡേണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ടത് മാറുന്നത്. ഏറ്റവും പ്രധാനമായിട്ടത് ഈ പറയുന്ന യന്ത്രവൽക്കരണം, നഗരവൽക്കരണം, അതിനകത്തുള്ള അപ്പൊ അതിനോടൊക്കെയുള്ള വലിയ പ്രതിഷേധമായിട്ടാണ് പലപ്പോഴും അത് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു മനുഷ്യ ചരിത്രത്തിന്റെ ഏറ്റവും പ്രിമിറ്റീവായ ഒരു അവസ്ഥയിലേക്ക് പിന്മടക്കാനുള്ളൊരു വാസന എന്ന് പറയുന്നത് ഭാഷയുടെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഒരു തരം നാശം, ആത്യന്തികമായ ഒരു നാശം എന്ന് പറയുന്ന ഒരവസ്ഥയെ ഫേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഏറ്റവും പൂർവ്വരൂപത്തിലേക്ക് മിത്തുകളിലേക്കൊക്കെ മടങ്ങാനുള്ള ശ്രമം അങ്ങനെയാണ് അവര് അതിരൂപങ്ങളിലേക്കും മിത്തുകളിലേക്കും ഒക്കെ മടങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ പലപ്പോഴും ഒരുതരം അൺഡൂയിങ് പ്രോസസ്, കൾച്ചറിന്റെ അല്ലെങ്കിൽ സിവിലൈസേഷന്റെ അൺഡൂയിങ് പ്രോസസ് ആയിട്ട് ഒക്കെ പലപ്പോഴും ഈ ആധുനികതാവാദം അതിന്റെ പ്രത്യേകിച്ച് പിക്കാസോയുടെയൊക്കെ ചിത്രങ്ങളിലും മറ്റുമൊക്കെ അത്തരം ഒരു സാധനം നമുക്ക് കാണാൻ കഴിയും. ചിത്രകല അതിസാങ്കേതികമായി മാറിയ കാലത്ത് അതിന്റെ ഏറ്റവും ബേസിക്കായ ഈ പറയുന്ന സംഗതിയിലേക്ക് ജാമിതീയ രൂപങ്ങൾ അല്ലെങ്കിൽ കുറെ സംഗതികളിലൊക്കെ അല്ലെങ്കിൽ ഈ ദ്വിമാനതയുടെ ഒരു വല്ലാത്ത ആധിക്യം ഉണ്ടാവുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള 4 ഡയമെൻഷണൽ അനുഭവം എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക, അങ്ങനെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണാത്മകമായിട്ടുള്ള ഒരു അത് പ്രത്യേകിച്ച് ഭാഷയ്ക്കകത്ത് നടത്തിയിട്ടുള്ള പരീക്ഷണാത്മകമായിട്ടുള്ള, ഭാഷ എന്ന് പറഞ്ഞാൽ മാധ്യമത്തിനകത്ത് നടത്തിയിട്ടുള്ള പരീക്ഷണാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ പ്രധാനമായിട്ടും ആധുനികതാവാദം എന്ന് നമ്മൾ
പറയുന്നത്. അതൊരേ സമയം റിയലിസത്തിന്റെ വളരെ പ്ലെയിൻ ആയിട്ടൊരു ആവിഷ്കാരത്തിലും അതേസമയം കാൽപ്പനികതയുടെ ഒരു ഒരു അതിവൈകാരികതയ്ക്കും അല്ലെങ്കിൽ വളരെ വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള ഒരു ചപലമായിട്ടുള്ള ഒരു ആവിഷ്കാരത്തിന് ആത്മനിഷ്ഠതയ്ക്കും എതിരായിട്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സാധനം. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത് ഈ പറയുന്ന ഒരു മാസ് കൾച്ചറിന്റെ ഒരു വരവോടുകൂടി തന്നെ ഈ പറയുന്ന ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു ഏലിനേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മിക്കവാറും കൃതികളൊക്കെ ഈ ഒരു അന്യവൽക്കരണം എന്ന് പറയുന്ന സാധനത്തെ ആണ് ഒറ്റപ്പെട്ട മനുഷ്യന്മാർ, ഏകാന്തരായ മനുഷ്യന്മാര് അവരുടെ ഒരു അന്യവൽക്കരണത്തെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് വന്നത്. അതോടൊപ്പം തന്നെ സയൻസിനുണ്ടായിരുന്ന ചില സാധനങ്ങൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന ആപേക്ഷികതാ സിദ്ധാന്തമൊക്കെ കടന്നു വരുന്നതോടുകൂടി ഈ സയൻസിനെ സംബന്ധിച്ച് നേരത്തെയുള്ള വളരെ ശക്തമായിട്ടുള്ള ഭൗതികവാദം തന്നെ ഇടർച്ച തട്ടുന്ന ഒരു സ്ഥലവും സമയവും തമ്മിലൊക്കെയുള്ള ഒരു പഴയ ഭൗതിക ശാസ്ത്ര സങ്കല്പമൊക്കെ ഇത് വരികയും ആപേക്ഷികത വളരെ പ്രധാനമായി വരുന്ന ഒന്നാണ്. പലപ്പോഴും നിരീക്ഷകനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാട്ടിലേക്ക് വരുന്നു. അല്ലെ, യുങ്ങിന്റെയൊക്കെ വലിയ സ്വാധീനങ്ങളോടുകൂടെ ഈ പുരാവൃത്തങ്ങളെയും അതുപോലെ തന്നെ അതിരൂപങ്ങളെയൊക്കെ സംബന്ധിച്ച അല്ലെങ്കിൽ അതിനെയൊക്കെ ഒരു ഈ പറയുന്നത് പോലെ ഡീമിത്തിഫൈ ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ അവിടെ ഉണ്ടാവുന്നു. അല്ലെ, അതുപോലെ തന്നെ നീഷെ, ഞാൻ നേരത്തെ പറഞ്ഞ നീഷയുടെ ഒരു ഏറ്റവും പ്രധാന ദൈവം മരിച്ചു തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം ചില പറച്ചിലുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു വലിയ അളവിൽ അന്നത്തെ ഈ പറയുന്ന ആധുനികതാവാദികളെ സ്വാധീനിച്ച ഒരാളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം എന്ന് പറയുന്ന ഒന്നിനോടുള്ള ഒരുതരം പാരമ്പര്യത്തിൽ നിന്നുള്ള വിച്ഛേദം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനപ്പെട്ട സംഗതി. എന്തിനേയും പുതിയതായി ആവിഷ്കരിക്കുക, നിലനിൽക്കുന്ന രൂപങ്ങളെ അല്ലെങ്കിൽ അതിന്റെ വൃത്തങ്ങളായാലും എന്ത് സംഗതിയായാലും ഫോമിനെ തകർക്കുക എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് വളരെ എന്താ പറയാ, അതുപോലെ നേർരേഖയിലുള്ള ഒരു ആഖ്യാനത്തിന് പകരം അതിനെ പരമാവധി സങ്കീർണമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ലോകത്തൊന്നും അത്ര നേർരേഖയിലല്ല എന്ന്, ലളിതമല്ല എന്നും, സങ്കീർണമായ ഒരു ജീവിതത്തെ ആവിഷ്കരിക്കാൻ സങ്കീർണമായ ഒരു ഭാഷ ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന സാധനം. അതിനുവേണ്ടിയാണ് വിത്തുകളെയും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ പാരഡിയുടെയും മറ്റൊക്കെ സാധ്യതകൾ ഉപയോഗിക്കുക, മൗലികതയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക, ഇത്തരം കുറേ കാര്യങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കല അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ അതൊരു ന്യൂനപക്ഷത്തിൻ്റെതായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയുടെ ഒരു വളരെ വ്യാപകമായ ഉപയോഗം ടി.എസ്. എലിയറ്റിന്റെ ദ വേസ്റ്റ് ലാൻഡ് ഒക്കെ കാണാൻ കഴിയും. മറ്റൊന്ന് ഈ ഒരു ചിതറൽ അല്ലെങ്കിൽ ശകലിതമാവുക, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ വരുന്നുണ്ട്. പഴയ ഓർഗാനിക് യൂണിറ്റി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ജൈവ ഐക്യം എന്നൊക്കെ പറയുന്ന ലിറ്ററേച്ചർ മാറിക്കൊണ്ട് അതൊരു ചിതറലായി മാറുന്നു എന്ന് പറയുന്നത്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പോൾ എലിയറ്റിന്റെ ഈ പറയുന്ന ദ വേസ്റ്റ് ലാൻഡിനെ തന്നെ ആദ്യകാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് അതൊക്കെ വേറെ വേറെ കവിതകളാണ്. അതൊറ്റ കവിതയായിട്ട് അല്ല അന്ന് ഈ ആദ്യം വന്നപ്പോൾ ആളുകൾ വിചാരിച്ചിരുന്നത്. അപ്പൊ അതിനെ വിളിക്കുന്നത് തന്നെ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ് എന്നാണ്. അപ്പോ ഒരു ശകലിത ബിംബങ്ങളുടെ ഒരു ചവറ്റുകൂനയാണ് ആ കവിത എന്നുള്ളതാണ്. അപ്പൊ അത് വളരെ ബോധപൂർവം ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം ലോകത്ത് എല്ലായിടത്തും അതിപ്പോ ഗൂർണിക്ക എന്ന് പറയുന്ന ഒരു പെയിന്റിങ്ങിനെ വെച്ച് അത് വിശദീകരിക്കാറുണ്ടല്ലോ. ഇപ്പൊ ഈ ലോകയുദ്ധത്താൽ തകർന്ന ഒരു നാഗരികതയുടെ ചിത്രമാണ്. ഒന്നിനും യഥാർത്ഥ രൂപമില്ല, എല്ലാം ഉടഞ്ഞ് തകർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതികൾ വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൊട്ടേഷൻസ് ഉപയോഗിക്കുക, ഉദ്ധരണികളുടെ ധാരാളം ഉദ്ധരണികളും പാരഡികളും, വേസ്റ്റ് തുടക്കത്തിലൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ധാരാളം ഉദ്ധരണികളും പാരഡികളും ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 19-ാം നൂറ്റാണ്ട് മുഴുവൻ റിയലിസത്തിൻ്റെതായിരുന്നെങ്കിൽ ആ റിയലിസത്തോട് ഉള്ള റിയൽ ആയിട്ടുള്ളത് ഈ പറയുന്ന റിയലിസത്തിനകത്തല്ല എന്നും അതിനകത്തുള്ളൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്ന കാഴ്ചപ്പാടൊക്കെ ഈ ഘട്ടത്തിലാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ് ആധുനികതാവാദവുമായി ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ടി.എസ്. എലിയറ്റും മേയർ റിച്ചർഡ്സും അതുപോലെ തന്നെ ഇമേജിസം, ക്യൂബിസം പോലുള്ള പ്രസ്ഥാനങ്ങൾ, സർറിയലിസം പോലുള്ള പ്രസ്ഥാനങ്ങൾ, അസംബന്ധ പ്രസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള കുറേ മൂവ്മെന്റുകൾ ആ കാലഘട്ടത്തിനകത്ത് വരുന്നത്. അവാങ്കാദ് മൂവ്മെന്റുകൾ എന്നൊക്കെ പറഞ്ഞ പലതരം മൂവ്മെന്റുകളൊക്കെ ആ കാലഘട്ടത്തിൽ വരുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട സൈദ്ധാന്തികരെ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അല്ലെ, ഒരാൾ ടി.എസ്. എലിയറ്റ് ആണ്. അല്ലെ, അദ്ദേഹത്തിന്റെ കവിതകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന അല്ലെ അദ്ദേഹത്തിന്റെ വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രബന്ധം, അല്ലെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ വലിയൊരളവിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പിന്നെ മെറ്റാഫിസിക്കൽ പോയസിനെ കുറിച്ചുള്ള ലേഖനത്തിലാണ്. വേറൊന്ന് ഏറ്റവും പ്രധാനമായിട്ടും ഈ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രബന്ധത്തിനകത്താണ് അദ്ദേഹം പാരമ്പര്യത്തെ അദ്ദേഹം പുനർനിർവചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
ഓക്കെ, അപ്പൊ അവിടെ പാരമ്പര്യം അല്ലെങ്കിൽ വ്യക്തി പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വത്തെ അല്ലെങ്കിൽ സംഘർഷത്തെ പുതിയൊരു രീതിയിലാണ് എലിയറ്റ് അവിടെ ആവിഷ്കരിക്കുന്നത്. ഈ പറയുന്ന എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഈ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു സംഗതിക്കകത്ത് നിരവധി വ്യക്തി അനുഭവങ്ങൾ അല്ലെങ്കിൽ തലമുറകളിലൂടെയുള്ള അനുഭവങ്ങളുടെ ഒരു സംഘാതമായിട്ടാണ് അദ്ദേഹം നിരന്തരമായി പുതുക്കപ്പെടുന്ന, അല്ലെ, ഏറ്റവും പുതിയ കാലത്തേക്ക് അല്ലെങ്കിൽ വർത്തമാന കാലത്തെ വന്നു നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം ഈ പാരമ്പര്യം എന്ന് പറയുന്ന സാധനത്തെ കാണുന്നത്. ഇപ്പോ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എല്ലാവരും എന്ന് മാത്രമല്ല, പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പഴയ ഒന്നല്ല എന്നും അത് ഏറ്റവും പുതിയ ഒന്നാണ് എന്നുള്ള ആശയത്തിൽ. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു പശ്ചാത്തലമല്ല, ഒരു പിന്തിരിപ്പൻ പരിപാടിയല്ല എന്നാണ് എലിയറ്റ് പറയുന്നത്. അപ്പൊ എലിയറ്റിന്റെ ആ പാരമ്പര്യം എന്ന് പറയുന്ന ഇതിനകത്ത് അദ്ദേഹം തുടക്കത്തിന് 3 ഭാഗമാണ് അല്ലെങ്കിൽ തുടക്കത്തിന് അദ്ദേഹം എന്താണ് പാരമ്പര്യം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിനുശേഷം തിയറി ഓഫ് ഇംപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ പാരമ്പര്യം ഒരിക്കലും അങ്ങനെ മോശപ്പെട്ടതോ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട ഒന്നല്ല എന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മളെക്കാൾ മൂല്യവത്തായ, നമ്മളെക്കാൾ ബൃഹത്തായ ഒന്നിലേക്ക് സ്വയം വിനയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന സാധനം. ഓരോ എഴുത്തുകാരനും അല്ലെങ്കിൽ കലാകാരനും ഈ പറയുന്ന സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് സ്വന്തം വ്യക്തിത്വത്തെ വിമോചിപ്പിച്ച് വലിയൊരു പാരമ്പര്യത്തിലേക്ക് വിലയിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരാശയമാണ്. അത് ഈ പറയുന്ന ഒരു തുള്ളി നീല എങ്ങനെയാണ് വലിയ കടലിലേക്ക് ലയിക്കുന്നത് അതുപോലെയാണ് എന്നൊരാശയം അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഡൈനാമിക് ആണല്ലേ, അത് ഈ പാസ്റ്റിന്റെയും പ്രസന്റിന്റെയും ഒരു ഫ്യൂഷൻ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ട്രഡീഷൻ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെപ്പോഴും പ്രസൻസിനെ അത് കാണിക്കുന്നു, അതിൻ്റെ ഒരു അല്ലാതെ ഒരു പഴമയിലേക്കുള്ള ഒരു സംഗതി ഒന്നല്ല. അതോടൊപ്പം തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് നൈസർഗികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻഹറന്റ് ആയിട്ടുള്ള സംഗതിയല്ല പാരമ്പര്യം, എനിക്ക് അകത്തുള്ള ഒന്നല്ല. അതാണ് പാരമ്പര്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതി എന്നാണ്. നിരന്തരമായ ഒരു ശിക്ഷണത്തിലൂടെ, നൈരന്തര്യത്തിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ്, അല്ലെ, എപ്പോഴും പൂർവ്വ സൂരികളെ അല്ലെങ്കിൽ എഴുത്തുകാരെ നിരന്തരമായി വായിച്ച് വിമർശാത്മകമായി വായിച്ചെടുത്ത് അത് അവരുടെ കാലത്തൊന്നും വായിക്കില്ല, മറിച്ച് ഏറ്റവും പുതിയ കാലത്ത് നിന്ന് അവരെ വീണ്ടും വായിച്ചുകൊണ്ട്, അല്ലെ, അവരുടെ വർത്തമാന പ്രസക്തിയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പാരമ്പര്യ എന്ന് അദ്ദേഹം പറയുന്നത്. അല്ലാതെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയ ഒന്നല്ല എന്നാണ് അദ്ദേഹം ഈ പറയുന്ന 1919 ഈ കവിതയും പാരമ്പര്യവും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ എന്താ പറയാ ലേഖനമുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് ഇംപേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കവി കാറ്റലിസ്റ്റ് ആണ് എന്നല്ലേ, ഒരു ഉൾപ്രേരകം പോലൊരു സംഗതിയാണ് കവി എന്നാണ്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, പാരമ്പര്യത്തെ പുതിയ കാലത്തേക്ക് പ്രത്യാനയിക്കലല്ല, അല്ലെങ്കിൽ നമ്മൾ പഴമയിലേക്ക് മടങ്ങലല്ല, മറിച്ച് ഭൂതവർത്തമാനങ്ങളെ എന്താ പറയാ നിരന്തരമായി പുതുക്കി പണിയുക അല്ലെങ്കിൽ നിർണയിച്ച് ഉറപ്പിക്കുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ കലാകാരൻ അല്ലെങ്കിൽ കവി ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഒരു ചരിത്രബോധം ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ ഒരു രചയിതാവായ മനുഷ്യനും അതുപോലെ കവി എന്ന മനുഷ്യനും വ്യത്യസ്തമായ സത്തകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കവി കവിതയിൽ നിന്ന്, തന്റെ രചനയിൽ നിന്ന് തന്നെ നിർമുക്തനാവുന്നു എന്ന് പറഞ്ഞു, തന്നെ ലിബറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആശയം അദ്ദേഹം പറയും. അപ്പോൾ ഒരു അദ്ദേഹം ആവിഷ്കരിക്കുന്നത് തന്റെ വ്യക്തിത്വത്തെയല്ല, മറിച്ച് ഒരു മാധ്യമത്തെയാണ് ആവിഷ്കരിക്കുന്നത്. അപ്പൊ തന്റെ വ്യക്തിത്വത്തിൽ നിന്നൊരു മാധ്യമത്തിലേക്ക് അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പൊ അയാൾക്ക് സ്വന്തമായി ആവിഷ്കരിക്കാൻ ഒരു വ്യക്തിത്വമൊന്നുമില്ല, അല്ലെ. അദ്ദേഹത്തിന് എന്തുള്ള ഈ പറയുന്ന ഒരു മാധ്യമം മാത്രമാണുള്ളത്. അങ്ങനെ അവനവന്റെ വ്യക്തിത്വത്തിൽ നിന്നും വൈകാരികതയിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടലാണ് കവിത എന്ന് അദ്ദേഹം പറയും. അല്ലാതെ ആ വൈകാരികതയുടെ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ആവിഷ്കാരമല്ല കവിത എന്ന് അദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് നോട്ട് എ ടേണിംഗ് ലൂസ് ഓഫ് ഇമോഷൻസ് ബട്ട് ഇറ്റ് ഈസ് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് നോട്ട് ദ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി ബട്ട് എൻ എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി എന്നാണ്. അപ്പൊ എസ്കേപ്പ് ഫ്രം ഇമോഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുതരം അവബോധ നവീകരണമാണ് ഈ പറയുന്ന കവിതാ വായനയ്ക്കകത്തും അതുപോലെ കവിതാവിഷ്കാരത്തിനകത്തും ഉണ്ടാവുന്നത്. അതുകൊണ്ട് കവിത ഗ്രഹിക്കലും വ്യാഖ്യാനിക്കലുമാണ് കാവ്യ വിമർശനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഒരു കവിയുടെ രചനയെ, അതിന്റെ സ്വഭാവത്തെ അതിനകത്ത് അളക്കളല്ല, മറിച്ചൊരു കവിതയെ വിശകലനം ചെയ്യുക, വ്യാഖ്യാതാവാണ് വിമർശകൻ എന്ന് പറയുന്ന ഒരാശയമാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പണിപ്പുര വിമർശനം അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനം. കാരണം കവിക്ക് എപ്പോഴും വിമർശനക്ഷമത വേണം. താൻ എഴുതുന്ന ഒരു കാര്യത്തെ
നിരന്തരമായി എന്താ പറയുക പുതുക്കുകയോ അല്ലെങ്കിൽ തിരുത്തുകയോ ചെയ്യുന്നയാളാണ് കവി എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അതൊരു വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ഒരു ക്രിയേറ്റീവ് പ്രോസസ് അല്ല കവിത എന്ന് പറയുന്നത്, ഒരു സർഗാത്മക പ്രവർത്തനമല്ല, മറിച്ച് വളരെ ബോധപൂർവം പരിശീലനം നേടിയ ഒരു ഭാവുകത്വം, എന്താ പറയാ, ഒരു ഭാവുകത്വത്തിന്റെ ഇതിനകത്തോട്ട് വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് കവിത, നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് കവിത. അതിനകത്ത് വസ്തുനിഷ്ഠ ബോധയാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ പാരമ്പര്യ ബോധമാണ് കൂടുതൽ എന്നുള്ളതല്ലേ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈ ബാഹ്യ സംയോജകം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ, അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കവി എന്തിലേക്കാണ് രക്ഷപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കവി ഉപയോഗിക്കുന്ന ഭാഷയുടെ ചില കരുക്കളിലേക്കാണ്. ഒരുപക്ഷെ ചില സംഭവങ്ങളാവാം, ഒരു കൂട്ടം വസ്തുക്കളാവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ആവാം, ഒരു സാഹചര്യമാവാം, അനുഭവങ്ങളുടെ അല്ലെങ്കിൽ ഒരു ശൃംഖലയാവാം അല്ലെ. അപ്പൊ അതിനകത്തേക്കാണ് ഈ കവി യഥാർത്ഥത്തിൽ തന്റെ വ്യക്തിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെയാണ് ഈ ബാഹ്യ സംയോജകം എന്ന് പറയുന്നത്. തന്റെ ഈ പറയുന്ന വൈകാരികതയെ അതിനകത്തേക്ക് അയാൾ കൊണ്ടുവരികയും ആ ബാഹ്യ സംയോജകങ്ങളാണ് വായനക്കാരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അയാൾ അതിൽ നിന്നാണ് വൈകാരികതയെ ഉത്പാദിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാംലെറ്റുമായി ബന്ധപ്പെട്ട പഠനത്തിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. പിന്നെ ഈ ഓൺ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന ലേഖനത്തിനകത്തും അദ്ദേഹം ഈ പറയുന്ന പല ടെന്നീസിനെ പോലുള്ള റൊമാൻറ്റിക് കവികളെയൊക്കെ പറയുകയും ഈ പറയുന്ന ഭാവുകത്വത്തെ എന്താ പറയാ വിലയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭാവുകത്വ സംയോജനമാണ് നല്ല കല ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ചിന്തയും വികാരവും എന്ന് പറയുന്ന രണ്ട് ഡൊമൈൻ അല്ല എന്നും, രണ്ട് വ്യത്യസ്തമായ വിരുദ്ധമായ ഡൊമൈൻ അല്ല എന്നും അല്ലെ. ചിന്തയുടെ ഈ പറയുന്ന എന്താ പറയാ അനുഭൂതിയിലേക്കുള്ള ഒരു പുനഃസൃഷ്ടിയാണ് ഈ ഭാവുകത്വ സംയോജനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ചിന്തയുടെ ഒരു വൈകാരിക തുല്യമാണ് കവിത എന്നാണ്. ചിന്തയുടെ ഒരു വൈകാരിക തുല്യമാണ് കവിത. അവിടെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഈ ചിന്തയുടെയും വികാരത്തിന്റെയും ലയനം ഉണ്ടാവുന്നത്. അത് മെറ്റാഫിസിക്കൽ കവികളിൽ കാണാം എന്നതാണ്. ചിന്തകളുടെ ഒരു അനുഭവ ലയനം കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് സംഭവിക്കാത്ത കൃതികൾക്ക് ഉണ്ടാവുന്ന ഒരു ദോഷമായിട്ടാണ് ഈ പറയുന്ന എന്താ പറയുക ഭാവുകത്വ വിഘടനം അല്ലെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അത് ബ്രൗണിങ്ങിന്റെയും ടെന്നിസിന്റെയും കവിതയിൽ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ടി എസ് എലിന്റെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ. ഈ ബാഹ്യ സംയോജകം എനിക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവിത ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആവിഷ്കാരമാണോ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാറ്. പ്രധാനമായിട്ടും അത്തരം ചോദ്യങ്ങളാണ് എലിയറ്റിൽ നിന്നുണ്ടാവും. മറ്റൊരാൾ അയ്യർ റിച്ചർഡ്സ് ആണ്. അയ്യർ റിച്ചർഡ്സിന് ഒരു പ്രാധാന്യമുള്ളത് അദ്ദേഹത്തിന്റെ ചില ആശയങ്ങൾ, അദ്ദേഹം മനഃശാസ്ത്രത്തൊക്കെ വളരെ ഇതായിട്ട് ഉപയോഗിക്കുകയും കുറെ കൂടെ അക്കാഡമിക് വിമർശനത്തിന്റെ ആളാണ്. ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായിരുന്നു നമുക്കറിയാം. അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസം ഒക്കെ അതിന്റെ മാതൃകയായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന സാഹിത്യം എന്ന് പറയുന്ന ഒന്നിനെ സംവേദന തത്വവുമായി ബന്ധപ്പെടുത്തുകയും അതിനെ മനഃശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പലതരം എന്താ പറയാ 4 തരം വായനകളുണ്ട് എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ 4 തരം അർത്ഥങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. വായനയിലൂടെ ഈ പറയുന്ന ക്ലോസ് റീഡിങ്ങിലൂടെ സൂക്ഷ്മ വായനയിലൂടെ 4 തരം അർത്ഥങ്ങളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനെ ഓരോന്നിനെ അടർത്തിയെടുക്കുന്ന ഒരു വായനയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കാരണം എഴുത്തുകാരൻ അങ്ങനെയാണ് അതിനെ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അതിലൊരു വാച്യാർത്ഥമുണ്ട്, അതിന്റെ ഒരു ഭാവാർത്ഥമുണ്ട് അല്ലെ, അതോടൊപ്പം തന്നെ ധ്വന്യാത്മകമായ ഒരു അർത്ഥമുണ്ട്. അതിനയാളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് അല്ലെ. ഇതെല്ലാം പ്രധാനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഒരുതരം ഇക്വിലിബ്രിയം പോലുള്ളൊരു സംഗതി അല്ലെ, ഒരു മനസ്സിനുണ്ടാവുന്ന സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നിശ്ചലമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു മനസ്സിനകത്തേക്കാണ് ഈ ചോദന പ്രതികരണം എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രധാനമായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ സ്റ്റിമുലകൾ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഈ പറയുന്നൊരു ചോദന നമ്മുടെ മനസ്സിനകത്ത് ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് പിന്നീട് ഈ പറയുന്ന ഈ വായനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ പറയുന്ന അനുഭവം എന്ന് പറയുന്നത് കുറെ കൂടെ ഉയർന്ന ഒരു ബാലൻസിനെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ് പ്രധാനമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് മനസ്സിനെ കുറെ കൂടെ ഉയർന്ന ഒരു സമീകരണത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു മെന്റൽ പ്രോസസ്സാണ് ഈ പറയുന്ന ഈ എന്താ പറയാ ലിറ്റററി അപ്രീസിയേഷൻ അല്ലെങ്കിൽ കവിതാ വായന അല്ലെങ്കിൽ ആസ്വാദനം എന്ന് പറയുന്നത് ഒരു തരം മെന്റൽ പ്രോസസ് ആയിട്ടാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്.
അപ്പോ സിനാസ്തസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അതിന്റെ ഈ പറയുന്ന ഈ എന്താ പറയാ റീറ്റെയിനിങ് ദ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞതുപോലെ അതിനെ തിരിച്ചെടുക്കുന്ന ഒരു മനസ്സിന്റെ ഈ ഒരു എന്താ പറയാ ഇന്ത്യൻ ഈസ്തറ്റിക്സിൽ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ വികലിത വേദ്യാന്തരം എന്നും അല്ലെങ്കിൽ സംവിത് വിശ്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു എല്ലാത്തിൽ നിന്നും വിടുതൽ നേടി നേടുന്ന അല്ലെ ഈ പറയുന്ന രസാസ്വാദനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ബ്രഹ്മാനന്ദ സോദരമായ രസാസ്വാദനം എന്നൊക്കെ പറയുന്ന ആ തരത്തിലേക്ക് അല്ലെ ഈ എങ്ങനെയാണ് ഈ രസമുണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച രസവ്യാഖ്യാനങ്ങൾ പ്രത്യേകിച്ച് അഭിനവഗുപ്തന്റെ സിദ്ധാന്തങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അയ്യർ റിച്ചർഡ്സിനെ പറയാറുള്ളത്. അപ്പൊ അതൊരു പൂർണ്ണമായും മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ അനുഭവമായിട്ടാണ് ഈ പറയുന്ന അയ്യർ റിച്ചർഡ്സ് ഈ പറഞ്ഞ എന്താ പറയാ കവിത ആസ്വാദനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് തിയറിയുമായിട്ടാണ് കൂടുതൽ ബന്ധം എന്ന് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ പറയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ന്യൂ ക്രിറ്റിസിസത്തിന്റെ പല ആശയങ്ങളും, അതായത് ടെക്സ്റ്റിന്റെ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവിയുടെ പേര് താഴെ തലതിരിച്ച് ഏറ്റവും ചെറുതായിട്ടൊരു ഭാഗത്ത് നിന്നും കവിത സ്വയം സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയിൽ അതിന്റെ ഒരു ടെക്സ്റ്റുവൽ ക്ലോസ് ടെക്സ്റ്റുവൽ റീഡിംഗ് ആണ് അദ്ദേഹം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരമാവധി എന്താ പറയാ ഈ പറയുന്ന ഒരു ഇന്റൻഷണൽ ഫാലസി എന്നൊക്കെ പറഞ്ഞ സാധനം, അതായത് കർത്താവിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യാഖ്യാനിക്കലല്ല യഥാർത്ഥത്തിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല്, അങ്ങനെ കർത്താവിന്റെ ഒരു ഉദ്ദേശം അതിനകത്ത് നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന എന്താ പറയാ ഈ ന്യൂ ക്രിറ്റിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയമൊക്കെ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്കകത്ത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായിട്ട് സിനാസിസും അതുപോലെ രസസിദ്ധാന്തവും തമ്മിലുള്ള ബന്ധമാണ് ഈ പറയുന്നത് ഓർക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ് ഭാഷയുടെ ഒരു വൈകാരിക എന്താ പറയാ സംയുക്തമായിട്ടാണ് അദ്ദേഹം കലയെയും കവിതയെയും ഒക്കെ കാണുന്നത് എന്നും അതിനകത്ത് ഈ പറയുന്ന മനുഷ്യനെ വൈകാരികമായി ചലിപ്പിക്കുകയും അവനെ ഒരുതരം ലോഫ്റ്റിനെസ് ഈ പറയുന്ന വൈകാരികമായിട്ട് അവനെ പ്രചോദിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുകയോ ചെയ്യുകയും അല്ലെ എന്നിട്ട് വീണ്ടും അവന്റെ മനസ്സിനെ ഈ പറയുന്ന സമീകരണത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എത്രത്തോളം വിരുദ്ധ ചോദനകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആശയമാണ്, എത്രത്തോളം ഒരാൾക്കകത്ത് ഈ പറയുന്നത് പോലെ ഈ വിരുദ്ധ ചോദനകളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിനെ സമീകരിക്കുന്നുവോ അത്രത്തോളം ആ കല മഹത്തരമാണ് എന്നുള്ളത്. അപ്പൊ മനുഷ്യനെ അങ്ങനെ നിരന്തരമായി പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും കവിത എന്നാണ് അദ്ദേഹം ഈ വിരുദ്ധ വികാരങ്ങളുടെ റീകൺസീലിയേഷൻ എന്ന് പറയുന്ന സംഗതിക്കകത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓക്കെ, അതാണ് അയ്യർ റിച്ചർഡ്സുമായി ബന്ധപ്പെട്ട് സാമാന്യമായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളെ ഒന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഇമേജിസമാണ് അല്ലെ, ഈ പറയുന്ന സമയത്ത് വളരെ പ്രബലമായിരുന്ന സംഗതിയാണ് ഇമേജിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇമേജിസും തമ്മിൽ വ്യത്യാസമുണ്ട്. ആധുനികതാവാദ കാലത്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട, വളരെ കുറച്ചു കാലം മാത്രമേ, പ്രത്യേകിച്ച് എസ്രാ പോണ്ടിനെ പോലുള്ള ആളുകളൊക്കെയാണ് ഇമേജിസം പോലുള്ള പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്നത്. അതായത് ഒരൊറ്റ ഇമേജാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അല്ലെ, ഒരു ഈ പറയുന്ന എക്സസുകൾ ചെത്തിക്കളയുക എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അത് പിന്നീട് നമ്മുടെ ഉത്തരാധുനിക കവിതയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ 90കളുടെ ശേഷം വന്ന കവിതയ്ക്കകത്ത് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഇമേജിസത്തിന്റെ ഒരു സ്വാധീനം എപ്പോഴും രാമന്റെയൊക്കെ കവിതയെ സംബന്ധിച്ചൊക്കെയുള്ള പല നിരീക്ഷണങ്ങൾ, തമിഴിന്റെ ഒരു സ്വാധീന പ്രകാരം ഈ ജയമോഹനൊക്കെ മുന്നോട്ട് വെക്കുന്ന പല കാവ്യസങ്കല്പങ്ങൾക്കൊക്കെ ഈ പറയുന്ന ഇമേജിസം എന്ന് പറയുന്ന ഒരു സാധനം വളരെ പ്രധാനമായിട്ട് ഇമേജ് ഉണ്ടാക്കിയാണ് കവിത ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭയങ്കര അലങ്കാരികത, ആഖ്യാനപരത, വർണ്ണന തുടങ്ങി അല്ലെങ്കിൽ വൈകാരിക പ്രക്ഷാളനം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു സൂക്ഷ്മമായ ഒരു ഇമേജിനെ അവതരിപ്പിക്കുകയാണ് അല്ലെ. ഈ പറയുന്ന എന്താ പറയാ കിളി ഇങ്ങനെ പറക്കുന്ന കിളി എങ്ങനെയാണ് ആകാശത്ത് കൊത്തുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒറ്റ ഇമേജിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഇമേജിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. എസ്രാ പൗണ്ടാണ് എലിയറ്റിന്റെ സുഹൃത്തായ എസ്രാ പൗണ്ടാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അപ്പോൾ കവിത എന്ന് പറയുന്ന 1-2 ഇമേജുകൾ അവതരിപ്പിക്കൽ മാത്രമാണ് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയം. ഓക്കെ, ഇതിനൊരല്പം വ്യത്യാസമുള്ള ഒരു പദ്ധതിയാണ് ക്യൂബിസം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഈ പറയുന്ന ആധുനികതാവാദത്തിനൊക്കെ ഒരു തുടക്കം എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നൊക്കെ നമ്മൾ പറയുന്ന പിക്കാസോയുടെ ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സങ്കേതമായിരുന്നു ഈ പറയുന്ന സിംഗിൾ വ്യൂ പോയിന്റിന് പകരം പല പല വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ട് വസ്തുവിനെ കാണുന്ന ആ വസ്തുവിന്റെ ഈ പറയുന്ന ത്രിമാന സ്ഥലബോധത്തെ
യാഥാർത്ഥ്യത്തിനകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ജാമിതീയ രൂപങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്ന രീതി ഇവിടെ കെ.സി.എസ്. പണിക്കരൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സവിശേഷമായ സങ്കേതമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഫോട്ടോഗ്രാഫിക് റിയലിസത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വസ്തു ദ്വിമാന പ്രതലത്തിന്റെ ചിത്രണ രീതിയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ വസ്തുവിനകത്താണ് എന്നുള്ളതും, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ഉണ്മ എന്ന് പറയുന്നത് അതിന്റെ പല പല നോട്ടപ്പാടുകളിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ക്യൂബിസം എന്ന് പറയുന്ന ഒരു സവിശേഷമായ ചിത്രകലയിലാണ് പ്രധാനമായിട്ടും കടന്നു വന്നത്. ലിറ്ററേച്ചറിനകത്ത് കാര്യമായിട്ട് ഈ ക്യൂബിസത്തിന്റെ സ്വാധീനം ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, മറ്റൊന്ന് സെറിയലിസമാണ്. സെറിയലിസം ക്യൂബിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരവധിയായിട്ടുള്ള സാഹിത്യ രൂപങ്ങളെ അല്ലെങ്കിൽ മാധ്യമ രൂപങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിയ ഒരു സംഗതിയാണ്. അതും ഈ പറഞ്ഞ പോലെ സർ റിയൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു എന്താ പറയാ യാഥാർത്ഥ്യത്തിന്റെ ചിത്രീകരണം എന്നുള്ള അർത്ഥത്തിലാണ് സർ റിയൽ എന്ന് പറയുന്ന പ്രസ്ഥാനം വരുന്നത്. അപ്പൊ സർറിയലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു അനുഭവത്തെ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏതെങ്കിലും വിഭ്രമിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ നമുക്കൊരു ഷോക്ക് നൽകുകയോ ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യത്തെ അവതരിപ്പിക്കുക എന്നല്ല, ഏറ്റവും വസ്തുയാഥാർത്ഥ്യത്തോടുകൂടി ഏറ്റവും ലളിതമായിട്ട് പ്രത്യക്ഷമായിട്ട് സെറിയലായ ഒന്നിനെ ആവിഷ്കരിക്കുന്ന രീതിയൊക്കെയാണ്. എല്ലാവരും തലതിരിച്ചിടുന്ന ഒരു രീതിയാണ് പലപ്പോഴും. അതിനകത്ത് കുറച്ച് ദാലിയുടെ ഒക്കെ ചിത്രങ്ങൾ നോക്കുമ്പോൾ നമുക്കത് വളരെ കൃത്യമായിട്ട് ഈ ഉരുകുന്ന ക്ലോക്ക് പോലുള്ള ചിത്രങ്ങളായാലും അല്ലെ, അപ്പൊ അതൊക്കെ ഏറ്റവും സ്വാഭാവികമായിട്ട് അതിനെ ചിത്രീകരിക്കും. ലൂയി ബുനുവൽ അതിനകത്ത് വളരെ ഗംഭീരനായിട്ടുള്ള ഒരു ചലച്ചിത്രകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നമ്മുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ കോമൺ സെൻസിന് അപ്പുറത്തേക്ക് എല്ലാ കാര്യങ്ങളെയും തിരിച്ചിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സ്ട്രക്ചറിനെയൊക്കെ തിരിച്ചിട്ടുകൊണ്ട്, കാലങ്ങളെയൊക്കെ തിരിച്ചിട്ടുകൊണ്ട്, അതിന്റെ ലീനിയാരിറ്റിയൊക്കെ തിരിച്ചിട്ടുകൊണ്ട്, എന്നാൽ അതിനൊക്കെ ഏറ്റവും സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെയും അഴിച്ചിട്ടുകൊണ്ട് അതിനെ യുക്തിരഹിതമായിട്ട് അതിനെ പരസ്പരം ബന്ധിപ്പിക്കുക. അപ്പൊ അതിനകത്തുണ്ടാവുന്ന വളരെ അപ്രതീക്ഷിതമായിട്ട് അതിലെ കോയിനേജുകൾ അവതരിപ്പിക്കുക, അതിനെ വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അവർ പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില സംഗതികൾ, അപ്പൊ ഈ ആദ്യം മദ്യം അന്തം എന്നൊക്കെ പറഞ്ഞ സാധനം, യുക്തി എന്നൊക്കെ പറഞ്ഞ സാധനം അത് ഇതേ രീതിയിൽ തന്നെ വേണമെന്നില്ല, അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ ഇടയ്ക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് അവസാനമാക്കി കൂടെ എന്ന് ചോദിക്കുന്നത് പോലെ ആ ഒരു ക്രമത്തെ കട്ടിമറിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ രീതി എന്ന് പറയുന്നത്. അല്ലെ, ആന്ദ്രെ ബർട്ടനാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയാ സ്ഥാപകനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു തിയറട്ടീഷ്യൻ എന്ന് പറയാവുന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന്റെ സർറിയലിസ്റ്റ് ഈ പറയുന്ന എന്താ പറയാ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സർറിയൽ ആയിട്ടുള്ള യാഥാർത്ഥ്യത്തെക്കാൾ ഉയർന്ന ഒരു അതിയാഥാർത്ഥ്യം എന്ന് പറയാവുന്ന ഒന്ന്, അബോധാത്മകമായി നമുക്ക് എന്താ പറയാ ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓർത്തെ സംബന്ധിച്ച ഒരു ബോധമാണ് അതിനകത്ത് വരുന്നത് അല്ലെ. അപ്പൊ ആ അർത്ഥത്തിലുള്ള അതിന്റെ യുക്തി മുഴുവൻ ആ ഒരു കലാരൂപത്തിനകത്താണ് ഉള്ളത് എന്ന് പറയുന്നത്. അത് സമൂഹമോ അല്ലെങ്കിൽ ഭൗതികമായോ യാഥാർത്ഥ്യത്തിന് പകരം ഇതിനകത്ത് സ്വയം പൂർണ്ണമായ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് കലയെ കാണുന്നത് എന്നാണ് സർറിയലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ റിയലിസം എന്ന് പറയുന്നത് അത് റിയലിസത്തിനെ നമ്മൾ നേരത്തെ പറഞ്ഞ റിയലിസത്തിന് ഏറ്റവും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സർറിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററേച്ചറിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെട്ടുള്ള ഒരു ആശയം കൂടിയാണ്. അസ്തിത്വവാദം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ അതിന് തന്നെ 2-3 ഈ പറഞ്ഞ എന്താ പറയാ സോറൻ കീർക്കെഗോറിന്റെ ഒക്കെ ഒരുതരം വിശ്വാസം അല്ലെങ്കിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു അസ്തിത്വവാദത്തിന്റെ ഒരു മെറ്റാഫിസിക്കൽ അത്തരം ഒരു അസ്തിത്വവാദത്തിന്റെ ഒരു ധാരയുണ്ട്. ഫ്രഞ്ച് നാസ്തിക അസ്തിത്വവാദം, സാർത്രന്റെയും മറ്റും അസ്തിത്വവാദവും ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ ക്രിസ്ത്യൻ മിസ്റ്റിക്കുകളുടെ ഒരു അസ്തിത്വവാദമുണ്ട്. അപ്പൊ അസ്തിത്വവാദത്തിന് ഒരു വലിയ നീണ്ട കാലത്തെ ചരിത്രമുണ്ട് അതിന്. പക്ഷെ നമുക്ക് ഈ ആധുനികതാവാദ കാലത്ത് ഈ പറയുന്ന ആധുനിക എഴുത്തുകാരെ മുഴുവൻ സ്വാധീനിച്ച വളരെ ശക്തമായിട്ടുള്ള, മാർക്സിന് ശേഷം നമ്മുടെ ചിന്താ പദ്ധതികളെ ഏറ്റവും സ്വാധീനിച്ചയാളെന്നൊക്കെ നമ്മൾ സാർത്രന്റെ അദ്ദേഹത്തിന്റെ ബീങ് ആൻഡ് നത്തിങ്നെസ് പോലുള്ള കൃതിയാണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച ഒരു കൃതിയായിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ആ സാർത്രന്റെ ഒരു അസ്തിത്വവാദമാണ്. അപ്പൊ എന്താണ് ഉണ്മ എന്ന് പറഞ്ഞാൽ, ഒരു ഉണ്മയൊന്നുണ്ട്, ഉണ്മയും ഇല്ലായ്മയും തമ്മിലുള്ള ഈ പറയുന്ന എന്താ പറയാ ബന്ധം എന്താണ്? ഇല്ലായ്മ ഒന്നിനെ മനസ്സിലാക്കണം. ഇല്ലായ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഉണ്മ എന്ന് പറയുന്ന. ഇല്ലായ്മയാൽ വലയം ചെയ്യപ്പെട്ട ഇല്ലാതാവുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഉണ്മ എന്ന് പറയുന്ന ഒരാശയം ഈ അസ്തിത്വവാദത്തിനകത്ത് രൂപീകരിക്കപ്പെടും. അപ്പൊ
ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു കുതിച്ചുചാട്ടത്തിലൂടെ ഈ ഉണ്മ അറിയുക എന്നൊക്കെ പറയുന്ന ആദ്യകാല ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സാർത്രന്റെ ഈ പറയുന്ന നാസ്തിക അസ്തിത്വവാദം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാധനം ഉണ്ടാവുന്നു, അസ്തിത്വവാദം ഉണ്ടാവുന്നു. അതിനകത്ത് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഒരാൾ ക്യാൻവാസിൽ നിന്ന് മാറിക്കൊണ്ട് അല്ലെ, ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ഈ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ഒരു വിധിക്കകത്ത് നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന ആളുകളാണ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ സ്വതന്ത്രനാണ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ തന്നെ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സ്വതന്ത്രനായിരിക്കാൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ്. ഇപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്ക് ഈ നമ്മുടെ ഉണ്മയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെ. കാരണം അടിസ്ഥാനപരമായി ഇത് അർത്ഥരഹിതമാണ് ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അടിസ്ഥാനപരമായി ഇൻബിൽറ്റ് ആയിട്ടൊരു അസംബന്ധ തത്വമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ആശയങ്ങൾ ഈ പറയുന്ന എന്താ പറയാ അസ്തിത്വം എന്ന് പറയുന്ന സത്തയ്ക്ക് മുമ്പുള്ള ഒരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ, സ്വാതന്ത്ര്യം വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ഒരാശയം അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ എപ്പോഴും ഈ പറയുന്ന നമുക്ക് എന്താ പറയാ എപ്പോഴും ഈ സ്വന്തം ഉണ്മയെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ച് നമ്മുടെ യാത്രക്കുള്ള വലിയ ഉത്കണ്ഠകൾ അല്ലെങ്കിൽ ആശങ്കകൾ, സംഘർഷങ്ങൾ പേറുന്ന കഥാപാത്രങ്ങളും മറ്റൊക്കെ വരുന്ന അല്ലെ. അതാണ് പിന്നീട് മുകുന്ദന്റെയും നമ്മുടെ ഇവിടുത്തെ മിക്കവാറും നോവലുകളൊക്കെ വലിയ അളവിൽ സ്വാധീനിച്ച ഒരു സിദ്ധാന്തമായിട്ട് അസ്തിത്വവാദം കടന്നു വരും. ഓക്കെ, ആധുനികതയുടെ ഒരു ഘട്ടത്തിനകത്ത് ഭാഷാശാസ്ത്രപരമായിട്ട് വികസിച്ചെന്ന്, പ്രത്യേകിച്ച് ഘടനാവാദം വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയ ചില സാഹിത്യ സമീപനങ്ങൾ കൂടിയുണ്ട്. അതിനെക്കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അല്ലെ. അത് ഫോർമലിസത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. വിശദാംശങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഫോർമലിസം അതുപോലെ തന്നെ സാഹിത്യത്തെ ഒരു ഘടനയായി കണ്ടുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം ഞാൻ തുടക്കത്തിൽ ഇത് പറയണ്ടായി. അതിന്റെ ഒരു ഭാഷാ രൂപം എന്ന രീതിയിൽ സ്വയം പൂർണ്ണമാണ് എന്ന് പറഞ്ഞ കർത്താവിൽ നിന്നും അതിന്റെ സ്ഥലകാലങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നൊക്കെ പൂർണ്ണമായ ഒന്നാണ് എന്നും, അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ അതിന്റെ ടെക്സ്റ്റൽ റീഡിങ്ങിലൂടെ, അതിന്റെ ടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നതിനകത്ത് ഇൻബിൽറ്റ് ആയ ഒരു സാധനമാണ്, അതിലൂടെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് ന്യൂ ക്രിറ്റിസം ഒക്കെ മുന്നോട്ട് വെക്കുന്ന, റഷ്യൻ ഫോർമലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അല്ലെ. തെതറോവിനെയൊക്കെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം അതാണ് എന്നറിയാം. മറ്റേ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ടെക്സ്റ്റിന്റെ സൗന്ദര്യം ഉണ്ടാകുന്നത്, അതിന്റെ സവിശേഷമായ ശൈലി ഘടനകൾ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ സ്റ്റൈലിസ്റ്റിക്സ് പോലുള്ള ചില സംഗതികൾ അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പൊ സ്റ്റൈലിസ്റ്റിക്സിലേക്ക് ഇവിടെ എത്തുമ്പോഴും സവിശേഷമായ ചില ശൈലിയാണ്, ആത്മനിഷ്ഠ ശൈലിയെ കുറിച്ചാണ് ഇവിടെ പറയുന്ന. രീതിയും ശൈലിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് രീതിയിൽ, അത് വിശദമായിട്ട് അവിടെ പറയാം. അപ്പൊ ശൈലി വിജ്ഞാനീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷയുടെ സവിശേഷമായ ശൈലീവൽക്കരണത്തോടുകൂടെ അല്ലെ, അതിന്റെ ചില ഫോർഗ്രൗണ്ടിങ് ടെക്നിക്കുകളോടുകൂടെ, അതിന്റെ സവിശേഷമായ ചില പറച്ചിലിന്റെ അല്ലെങ്കിൽ അപരിചിതവൽക്കരണം പോലുള്ള ആശയങ്ങൾ അല്ലെ, അതോടൊപ്പം തന്നെ സാഹിതീയത എന്നൊക്കെ പറഞ്ഞ ആശയം അതോടൊപ്പം എല്ലാം കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപരിചിതമാക്കി മാറ്റുക എന്ന് പറയുന്നൊരു കാര്യം അല്ലെ. അതോടൊപ്പം തന്നെ അതിന്റെ ചില സവിശേഷമായിട്ടുള്ള വാക്യ വിന്യാസ ക്രമങ്ങൾ, ഇതെല്ലാം കൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ശൈലിയാണ് സൗന്ദര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതാണ് അനുഭവം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ശൈലി വിജ്ഞാനി എന്ന്. അപ്പൊ ഭാഷാ നിർമ്മിതിയാണ് സാഹിത്യം എന്നും ഭാഷയുടെ ഒരു ലീലയാണ് സാഹിത്യം എന്ന് പറയുന്ന ഒരു ആശയമാണ്. അല്ല അതിനകത്ത് ഭയങ്കര എന്താ പറയുക ഒരു ആശയമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഉള്ളടക്കമല്ല എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പദ്ധതികളെ പൊതുവായി ഒരുമിപ്പിക്കുന്ന ഒരാശയം എന്ന് പറയുന്നത്. ഓക്കെ, ഘടനാവാദം അതിന്റെ ഭാഗമായിട്ട് തന്നെ പിന്നീട് ചിഹ്നവിജ്ഞാനീയം വരുന്നുണ്ട്. അതുപോലെ തന്നെ റീഡ് റെസ്പോൺസ് തിയറി പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇല്ലാത്തതുകൊണ്ടൊന്നും വിശദീകരിക്കുന്നില്ല. സെമിയോട്ടിക്സ് പോലുള്ള ചില കാര്യങ്ങൾ, ഇതിന്റെ വിശദമായ നോട്ട് നിങ്ങൾക്ക് തരാൻ ആവശ്യമുള്ളവർക്ക് മാത്രം നോക്കിയാൽ മതി. അത്ര ലെവലിലൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് മനസ്സിലാക്കാനുള്ള നോട്ട് നിങ്ങൾക്ക് തരാം. ഇതിനകത്ത് ജസ്റ്റ് മനസ്സിലാക്കേണ്ട രണ്ടുപേരും വാർത്തും ദരിതയും മാത്രമാണ്. അവിടെ ആശയങ്ങൾ മാത്രമാണ് ഈ തരുന്ന പരീക്ഷകളിലൊക്കെ പ്രധാനമായിട്ട് ചോദിക്കുക. മറ്റിങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ. ഓക്കെ, ബാർത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ഒരു കൃതിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് സ്വതന്ത്രമായ ഒന്നാണ്. കൃതി അതിന്റെ ഈ പറയുന്ന അതിന്റെ ഒരു വിധിയെ അന്വേഷിച്ചു പോവുകയാണ് എന്ന് പറയുന്ന സാധനം. കൃതിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവുന്നുണ്ട് അവിടെ. ഈ ഡെത്ത് ഓഫ് ദ ഓതർ ഉണ്ട്, ബർത്ത് ഓഫ് ദ റീഡർ എന്ന് പറയുന്ന സംഗതി. അങ്ങനെ കൃതി എന്ന് പറയുന്ന ഒരാശയം അല്ലെ കർത്താവിനാൽ കൃതമായ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഒന്ന് എന്നതിൽ മാറിയിട്ട് അതൊരു ടെക്സ്റ്റ് ആയിട്ട് പാഠമായി മാറുന്നു. ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരാശയം ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു കർത്താവില്ല എന്നും അല്ലെ, ഈ എന്താ പറയാ അച്ഛന്റെ കൈവിട്ടു പോയ കുട്ടിയെ പോലെയാണ് എന്ന് പറയുന്ന സാധനം അല്ലെ. അതൊരു ശൃംഖല പോലെയാണ് എന്നൊക്കെ പറഞ്ഞ
ഈ ഉള്ളി തൊലിക്കുന്നത് പോലെയാണ്, അതിനകത്ത് അങ്ങനെ ഒരു ആന്തരിക സത്തയില്ല എന്നൊക്കെ പറഞ്ഞു. പാഠം തന്നെയാണ് അതിന്റെ അല്ലെങ്കിൽ അത് തന്നെയാണ് അതിനെ വെളിവാക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാശയം അദ്ദേഹം പറയുന്നുണ്ട്. പല ഭാഗത്തേക്ക് തുറക്കുന്ന പല അർത്ഥങ്ങളുള്ള ഒന്നാണ്, ആ അർത്ഥത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ ആശയങ്ങൾ. പ്രത്യേകിച്ച് ബാർത്തിന്റെ ഒക്കെ സിദ്ധാന്തങ്ങൾക്കകത്ത് അദ്ദേഹത്തിന്റെ റിലേറ്റീവ് പീരീഡ് എസ് ബാർ സെറ്റിനൊക്കെ ശേഷം എഴുതിയ പല സംഗതികളും കുറെ കൂടെ പോസ്റ്റ് സ്ട്രക്ചറൽ എലമെന്റുകൾ ധാരാളമായിട്ട് കയറി വരുന്ന ഒരു സൈദ്ധാന്തികൻ കൂടിയാണ് ബാർത്ത് എന്ന് അല്ലെ നമുക്കറിയാം. ബാർത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഈ പറയുന്ന കർത്താവിന്റെ മരണം പോലുള്ള ചില പ്രയോഗങ്ങളാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഉത്തരഘടനാവാദം പോലുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നത് അല്ലെ, ദരിദ്രയെ പോലുള്ള ആളുകൾ കയറി വരുന്നു അല്ലെ. അതുപോലെ തന്നെ ദരിദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായ അപനിർമ്മാണം എന്ന് പറയുന്ന അല്ലെ, അപനിർമ്മാണത്തെ കുറിച്ച് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഈ പറയുന്ന ഒരു തരം എന്താ പറയാ അർത്ഥത്തിന്റെ ഒരു അട്ടിമറി എന്നൊക്കെ നമ്മൾ പറയാവുന്ന ഒരു അതിനകത്ത് തന്നെ അതിന്റെ ഒരു എതിർപ്പാടം നിർമ്മിക്കപ്പെടുകയും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു പറയുന്ന ഒരു ആശയം. ഒരു പക്ഷേ ഈ പറയുന്ന സ്ട്രക്ചറിസത്തിന് എതിരായിട്ടുള്ള പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആശയ പദ്ധതിയായിട്ട് ദരിദ്രയുടെ ഡീകൺസ്ട്രക്ഷൻ മാറുന്നുണ്ട്. ഓക്കെ, ഫോണോസെൻട്രിസം എന്ന് പറയുന്ന ലോഗോസെൻട്രിസവും ഫോണോസെൻട്രിസവും തമ്മിലുള്ള ഒരു കാര്യം അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലോഗോസെൻട്രിക് ആയിട്ടുള്ള ഒരു നീണ്ട കാലത്തെ ഈ ദാർശനിക പദ്ധതികളെയൊക്കെ ഈ പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ചിന്താ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വി ആർ ഇൻ ദ പ്രസന്റ് ഹൗസ് ഓഫ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ ഭാഷയുടെ ഒരു തടവറയ്ക്കകത്താണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഭാഷയുടെ പാഠത്തിന് പുറത്ത് പ്രത്യേകിച്ചൊന്നും പാഠത്തിനകത്ത് തന്നെയാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് എന്നും അട്ടിമറിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മലയാളത്തിലൊക്കെ ഈ അപനിർമ്മാണമൊക്കെ ശ്രീജനെ പോലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന പ്രത്യേകിച്ച് പല കൃതികളുടെ പഠനങ്ങൾക്കകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മെത്തഡോളജി കൂടിയാണ്. അപ്പൊ അപനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും അതിന്റെ ഒരു വിശദമായൊരു നോട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് തരാം അല്ലെ. പിന്നെ വരുന്നത് നമുക്ക് ക്രിട്ടിക്കൽ തിയറിയുടെ ഭാഗമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറെ സിദ്ധാന്തങ്ങളാണ്. ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ജെൻഡർ തിയറികൾ ഉണ്ടാവുന്നുണ്ട്, ഫെമിനിസം അതിന്റെ തുടക്കത്തിൽ തന്നെ ഫെമിനിസം ഉണ്ടാവുന്നുണ്ട്. അത് പിന്നീട് ജെൻഡർ സ്റ്റഡീസിന്റെ ഒരു മേഖലയിലേക്ക് വരും, പ്യുവർ സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന റെപ്രസെന്റേഷൻ ക്രിറ്റിസിസത്തിന്റെ ഒരു ഘട്ടം അവിടെ തുടങ്ങുകയും അല്ലെ ക്രിട്ടിക്കൽ തിയറിയുടെ ഭാഗമായി തുടങ്ങുന്നതോടെ എന്താണ് ഇതിനകത്തുള്ള പ്രതിനിധാനം എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിലേക്ക് അത് പോവുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട് നമുക്കറിയാം. ഫ്രോയിഡിനെയൊക്കെ തിരുത്തുന്ന തരത്തിലേക്ക് ഉള്ള അന്വേഷണങ്ങൾ ആ കാലഘട്ടത്തിൽ വരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഈ ഹെവർമാസിയനായിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറയുന്ന പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ പറയുന്ന പുതിയ കാലത്തുള്ള ഫെമിനിസ്റ്റുകളും അതുപോലെ തന്നെ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പഠനം, പാർശ്വവൽകൃത പഠനത്തിന്റെ മേഖലയിൽ നിന്ന് ദളിത് പഠനങ്ങൾ അല്ലെങ്കിൽ സംസ്കാര പഠനങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് നവസംസ്കാര പഠനങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ചിന്താ പദ്ധതിയൊക്കെ ഈ പറയുന്ന തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ പറയുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റിനെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ, ഇന്റർസെക്ഷനാലിറ്റി പോലുള്ള ആശയങ്ങൾ ആ സമയത്ത് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദളിത് സ്ത്രീ പഠനങ്ങളൊക്കെ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് അത് പാർശ്വവൽകൃത സ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന അരികുവൽക്കരണങ്ങളെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ മുഖ്യധാരാ കേന്ദ്രിതമായ സിദ്ധാന്തങ്ങളെ പാർശ്വവൽകൃത സ്ഥലത്ത് നിന്നുകൊണ്ട് വിമർശിക്കുന്ന തരം ലിംഗപദവി പഠനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഡിസബിലിറ്റി സ്റ്റഡീസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് ഉണ്ടാവുന്നുണ്ട്, സബാൾട്ടൻ സ്റ്റഡീസ്, കീഴാള പഠനം എന്ന് പറയുന്ന ഒരു പഠന പദ്ധതി തന്നെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി, ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഒരുപാട് ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് പോണ്ട. എന്തായാലും അത് ഒരു ചെറിയൊരു കുറിപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ദളിത് പഠനം നിങ്ങൾ സിലബസിലുള്ളതുകൊണ്ട് ദളിത് ഈ ഇന്ത്യൻ കോൺടാക്സിനകത്ത് ദളിത് പഠനം എന്താണെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി എടുക്കണം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ആ പദം വന്നതിന്റെ ഒരു സംഗതി, അല്ലെങ്കിൽ ദളിത് പാന്തർ മൂവ്മെന്റ് എന്നാണ് ഉണ്ടായത്, ഈ ദളിത് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അർത്ഥം എന്താണ്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയ ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജ്യോതിറാവു ഫുലിയെ പോലുള്ള ഒന്ന് രണ്ട് പേരുകൾ മാത്രം ഓർക്കുക എന്നുള്ളതാണ്. മലയാളത്തിലെ ഇതുപോലെ തന്നെ ദളിത് വിമർശകന്മാരുടെ ചില ദളിത് എഴുത്തുകാരുടെ ചില വിവരങ്ങൾ കൂടി മനസ്സിലാക്കുക എന്നുള്ള തലത്തിലെ നിങ്ങളുടെ സിലബസിനകത്ത് അത് പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ,
ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും അതിന്റെ ഒരു തുടർച്ചയിൽ തന്നെയാണ് ഈ നവചരിത്രവാദം പോലെയൊക്കെയുള്ള കൾച്ചർ ടൈമിന് ശേഷം സംഭവിച്ചിരുന്ന ഈ നവചരിത്രവാദം, അതുപോലെ ക്രിട്ടിക്കൽ റേസ് തിയറി, അതുപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസ് അല്ലെ. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില സംഗതികൾ അപ്പോഴേക്കും ഉണ്ടാകുന്ന സ്പേഷ്യൽ ടേണിലേക്ക് അത് മാറുകയും ഈ പറഞ്ഞ കാലം എന്നത് മാറിയിട്ട് സ്ഥലം പ്രധാനമായിട്ടൊക്കെ മാറുന്നതെല്ലാം സിദ്ധാന്തങ്ങൾ ഉണ്ടാവുകയും അല്ലെ, ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നവചരിത്രവാദമൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് സിദ്ധാന്തത്തിൽ നിന്ന് മാറുന്നതുകൊണ്ട് അതൊരു അന്തർവൈജ്ഞാനിക സ്വഭാവത്തിൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഡൊമൈൻ ആയിട്ട് മാറുകയും അത് സാഹിത്യ പഠനം അല്ലാതായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം സാഹിത്യ പഠനം എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനമില്ലാന്നും അത് സംസ്കാര പഠനമോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് മാധ്യമ പഠനത്തിന്റെ ഒക്കെ പല മേഖലകളിൽ ഇടകലരുന്ന ഒന്നായിട്ട് മാറുകയാണെന്ന് പറഞ്ഞു. സാഹിത്യ വിമർശനം എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള ഒരു ജ്ഞാന പദ്ധതി അല്ലെങ്കിൽ പ്രയോഗ പദ്ധതി തന്നെ പ്രോബ്ലമാറ്റിക് ആയി തീരുന്നു, അല്ലെങ്കിൽ അത്തരം അത് തന്നെ ഇല്ലാതായി തീരുന്നു എന്ന് പറയുന്നതാണ് പുതിയ കാലത്ത്. അതാണ് സാഹിത്യ വിമർശനം മരിച്ചു എന്നൊക്കെ പറയുന്ന ആശയത്തിന്റെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉത്തരാധുനികത, ലിയോതാറും മറ്റൊക്കെ പറയുന്ന ഈ ബൃഹദാഖ്യാനങ്ങളുടെ തകർച്ച, ഫ്രാഗ്മെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഹൈ കൾച്ചറും മറ്റേ ലോ കൾച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ ഈ പറയുന്ന മെറ്റാ നറേറ്റീവുകൾ എന്ന് പറയുന്ന സംഗതികൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന ഉപഭോക്തൃ സംസ്കാരം എന്ന് പറയുന്ന ഒരു പിൽക്കാല മുതലാളിത്തത്തിന്റെ ഒരു കൾച്ചറൽ ലോജിക്കാണ് അത് എന്നൊക്കെ പറഞ്ഞ ആശയങ്ങൾ ആധുനികാനന്ദതയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനെക്കുറിച്ച് സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സൂചകങ്ങളുടെ അനന്തലീലയാണ് എന്നൊക്കെ പറയുന്ന അത്തരം ചില ബേസിക്കായ ആശയങ്ങൾ അവിടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഇത്രയാണ് ഈ ഒരു ആധുനികാനന്തരതയും അല്ലെങ്കിൽ ആധുനികതയിൽ നിന്ന് ആധുനികാനന്തരതയിലേക്ക് എത്തുന്ന വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളെ കുറിച്ച് സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങളുള്ളത്. എന്തായാലും അതിന്റെ നോട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് അതിനകത്ത് തരാം. ഓരോന്നും വിശദീകരിക്കാനുള്ള അതിന്റെ ഒരു ആവശ്യവും നിങ്ങൾക്ക് HSC പരീക്ഷയ്ക്കകത്തില്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോവാതെ. ഓക്കെ, പ്രധാനമായിട്ടും IRHS വരെയൊക്കെയാണ് നിങ്ങളുടെ സിലബസിനകത്ത് വന്ന് കാണുന്നത്. അതാണ് ഈ ഒരു ഇതിനകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഈസ്റ്റേൺ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. ഓക്കെ.